ചെമ്പനീർ പൂവിൻ്റെ പുതിയ പ്രൊമോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇളയച്ചനെ ബാഗും പൂട്ടിക്കെട്ടി പാക്ക് ചെയ്യുവാണ് ശ്രുതി. ഒരു ദിവസം കൂടി നിൽക്കട്ടെ എന്ന് വളരെ വിഷമത്തോടെ ചോദിക്കുന്ന ഇളയച്ചന് ഇപ്പം തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടു, അല്ലെങ്കിൽ തൻ്റെ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് ശ്രുതി ഇറക്കി വിടുവാണ്. പാവ ഇളയച്ചൻ വളരെ സങ്കടത്തോടെ കൂടെ തന്നെയാണ് അച്ചാമ്മയുടെ വീട്ടിൽ നിന്നും വിട പറഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കാണിക്കുന്നത് രേവതിയാണ്. രേവതി പറയുന്നു പാവ ഇളയച്ചൻ പോകേണ്ടിയിരുന്നില്ല എന്ന് പറയുമ്പോൾ നിനക്കെന്താ എത്ര വിഷമമെന്ന് ശ്രുതി ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയുവാണ് ഇളയച്ചനുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സത്യങ്ങൾ ഇവിടെ അറിയാമെന്നും കുറച്ച് ആളുകളുടെ കള്ളത്തരങ്ങൾ ഇവിടെ പൊളിഞ്ഞു വീഴുമെന്ന് സച്ചി പറയുവാണ്. ഇത് കേട്ട് നമ്മുടെ ശ്രുതി നല്ലോണം പേടിച്ചും പോകുന്നുണ്ട്. പൊങ്കലിനോടനുബന്ധിച്ച് അവിടെ കുറച്ച് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര മറ്റ് രണ്ട് മക്കളെയും വിളിച്ച് ഉപദേശിക്കുന്നുണ്ട്. സച്ചിയെ കൂടാതെയുള്ള രണ്ട് മക്കളെ വിളിച്ച് ഉപദേശിക്കുവാണ്. നിങ്ങൾ വേണം ഈ മത്സരത്തിൽ ജയിക്കാൻ, സച്ചി എങ്ങനെയെങ്കിലും സച്ചിയും രേവതിയും തോപ്പിക്കണമെന്ന് പറഞ്ഞ് ഉപദേശിക്കുവാണ്. അതേസമയം നമ്മുടെ രേവതി സച്ചിയോട് പറയുവാണ്, ആര് ജയിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഈ പരിപാടി ഗംഭീരമാക്കണമെന്ന് പറയുവാണ്. ആര് ജയിച്ചാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് രേവതി പറയുമ്പോൾ അച്ചാമ്മ അവിടെ മറഞ്ഞു നിന്ന് ഇത് കേട്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. കാരണം രേവതി ഇത്ര നന്മയുള്ളവളാണല്ലോ എന്നോർത്താണ് അച്ചാമ്മ സന്തോഷിക്കുന്നത്. മത്സരത്തിൽ ജയിക്കുന്നവർക്ക് അച്ചാമ്മയുടെ വക ഒരു സമ്മാനം ഉണ്ടല്ലോ. മത്സരത്തിൽ ആര് ജയിച്ചാലും ശരി, മിക്കവാറും ആ സമ്മാനം അച്ചാമ്മ രേവതിക്കും സച്ചിക്കും ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കുന്നു കാണാം ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ്. നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.